ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ എൻ.ഡി.എയിൽ പൊട്ടിത്തെറി. ബി.ഡി.ജെ.എസിനെ തഴഞ്ഞെന്ന നേതാക്കൾ ബി.ഡി.ജെ.എസ് നഗരസഭയിലെ 20 വാർഡുകളിൽ സ്വതന്ത്രരായി മത്സരിക്കും. ബി.ജെ.പി. മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ബി.ഡി.ജെ.എസ് ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. നഗരസഭയിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ എൻ.ഡി.എയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. ബി.ഡി.ജെ.എസിനെ തഴഞ്ഞെന്ന ആരോപണവുമായി നേതാക്കൾ രംഗത്തെത്തി. ബി.ജെ.പി. മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് ബി.ഡി.ജെ.എസ് ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബി.ഡി.ജെ.എസിന്റെ ഇപ്പോഴുള്ള തീരുമാനം, ഞാൻ ഈ സിറ്റിയുടെ പ്രസിഡന്റാണ്, ജില്ലാ പ്രസിഡന്റാണ്. നമ്മള് ഇപ്പോഴുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ മുന്നണി മര്യാദ പാലിക്കാതെ അവർ ഏകപക്ഷീയമായി തീരുമാനിച്ചു. നമ്മൾ നമ്മുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടാണ് 11 സീറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. അവർ തരാമെന്ന് ഏറ്റതാണ്. 11 സീറ്റ് നമുക്ക് പരിഹരിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത ആ പ്രദേശത്തുള്ള എല്ലാ 1, 2, 3 സ്ഥലത്തേക്ക് അവരിന്ന് ഡിക്ലെയർ ചെയ്തു എന്നാണ്. നമ്മുടെ അടുത്ത് ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല. ബി.ഡി.ജെ.എസ് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചത് 20 സീറ്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് 11 സീറ്റാണ് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നമ്മളെ ഒരു ചെറിയ ഒരു പരിഗണന തന്നിരുന്നുവെങ്കിൽ നമ്മൾ അതുമായിട്ട് യോജിച്ചു പോകാൻ തയ്യാറായില്ല. കാരണം മുന്നണി മര്യാദ ഇല്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായി അവരിങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ ഈ മുന്നണിയായിട്ട് ചേർന്ന് നിന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ തീരുമാനം. ചർച്ചകൾക്ക് അവർ തയ്യാറേ ആയിട്ടില്ല. അവർ ഏകപക്ഷീയമായി അവർ ജയിക്കുമെന്നുള്ള പൂർണ്ണമായ ധാരണയിലാണ് അവർ പോകുന്നത്. ഇവിടെ അവർക്ക് വലിയ വൻ ഭൂരിപക്ഷത്തോടു കൂടി അവർക്ക് മാത്രം ജയിക്കാൻ കഴിയുമെന്നൊരു ധാരണ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മുന്നണി മര്യാദ പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ബി.ഡി.ജെ.എസ് നഗരസഭയിൽ സ്വതന്ത്രമായി മത്സരിക്കും. 20 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം. മുട്ടട, കേശവദാസപുരം, നന്ദൻകോട്, ഇടവക്കോട്, മണ്ണന്തല, വട്ടിയൂർക്കാവ്, കാഞ്ഞിരമ്പാറ, കൊടുങ്ങാനൂർ, കഴക്കൂട്ടം തുടങ്ങിയ വാർഡുകളിൽ മത്സരിക്കാനാണ് ബി.ഡി.ജെ.എസ് തീരുമാനം. ബി.ജെ.പിയുടെ അവഗണനയ്ക്ക് തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി മറുപടി നൽകുമെന്നും ബി.ഡി.ജെ.എസ് നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.